ശ്രീ എ സജീവൻ, ഒരു സംഘടനാ പാരമ്പര്യവും ഇല്ലാത്തയാൾ എന്തുകൊണ്ട് ബി.ജെ.പിയുടെ തലപ്പത്തേക്ക് എത്തുന്നു? അതവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷനായി കരുതുന്ന ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എന്നുള്ള ചോദ്യം നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിന് ഉത്തരമായി ഇപ്പോൾ ശ്രീ ബഷീർ വള്ളിക്കുന്ന് പറഞ്ഞതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഈ മാധ്യമങ്ങൾ പൊതുബോധത്തെ നിർമ്മിക്കുന്ന ഒരു സ്പേസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അവിടെയാണ് ഒരു മാധ്യമത്തിന്റെ കൂടി പിന്തുണ രാജീവ് ചന്ദ്രശേഖറിലേക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും അപകടം വളരെ തുറന്ന നിലയിൽ സംഘപരിവാർ പൊളിറ്റിക്സ് പറയുന്ന ആളുകളെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനും അവരെ അതിനനുസരിച്ച് മാറ്റി നിർത്താനും അവർ പറയുന്ന വാചകങ്ങളെ അതേ ആ ഒരു ബോധം ഉള്ളിൽ വെച്ച് കേൾക്കാനും സാധിക്കും. പക്ഷേ ഈ സെക്കുലർ മുഖം മൂടി അണിഞ്ഞ സംഘപരിവാറിന്റെ അജണ്ട ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നവരെ ആ നിലയിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഉണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ പിന്നിൽ എന്നുള്ളതാണോ വൈ രാജീവ് ചന്ദ്രശേഖർ എന്നതിന്റെ ഉത്തരം? രാജീവ് ചന്ദ്രശേഖർ സെക്യുലർ മനോഭാവമുള്ള അങ്ങനെ ആളുകളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് ഇപ്പോൾ തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം ഓരോ സംഭവങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ അതിരൂക്ഷമായിട്ടാണ്. സാധാരണഗതിയിൽ സംഘപരിവാർ നേതാക്കന്മാർ പറയുന്നതിനേക്കാൾ അതിരൂക്ഷമായിട്ട് പറഞ്ഞ മുഖ്യമന്ത്രി ഒടിയ വിഷമെന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് ഉള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം സെക്യുലറിസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ മുഖമുദ്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു പ്രശ്നമുള്ളത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, കുറെ കാലമായിട്ട് ബി.ജെ.പിക്കകത്ത് വലിയ ഗ്രൂപ്പ് പോരാട്ടം നടക്കുകയാണ്. കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റുമെന്നുള്ളൊരു വിദൂരമായിട്ടുള്ള സാധ്യത പോലും മുന്നിൽ ഇല്ലാതിരിക്കുകയാണ് ഈ ഗ്രൂപ്പ് പോരാട്ടം നടക്കുന്നത്. നമ്മളെല്ലാവരും പറയുന്ന വലിയ നേട്ടമുണ്ടാക്കി എന്ന് പറയുന്ന തൃശ്ശൂരിലെ ജയം, ആ തൃശ്ശൂരിലെ ജയം എന്താണെന്നുള്ള കാര്യം കോൺഗ്രസിന്റെ അവിടുത്തെ വോട്ട് നോക്കിയാൽ മാത്രം അറിയാം. നേരത്തെ പ്രതാപന് കിട്ടിയിരുന്ന വോട്ടും പിന്നീട് ഇത്തവണ മുരളീധരന് കിട്ടിയ വോട്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ അറിയാം എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയോട് ജയിച്ചതെന്നുള്ളത്. അവിടെ LDF-ന് വോട്ട് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ അവിടെ ബി.ജെ.പിയുടെ ഒരു വലിയ നേട്ടം കൊണ്ടല്ല, കോൺഗ്രസുകാർ തമ്മിലുള്ള പടലപ്പിണക്കം കൊണ്ടും കുതികാൽ വെട്ടുകൊണ്ടും ഒക്കെ അവിടെ ജയിച്ചു പോയതാണ്. ഭാഗ്യത്തിന് ജയിച്ചു പോയ ഒരാളാണ് സുരേഷ് ഗോപി. അത് ബി.ജെ.പിയുടെ വലിയ നേട്ടമായിട്ട് കാണേണ്ടതില്ല. പിന്നീട് എല്ലാവരും പറയുന്നൊരു കാര്യം, ഈ രാജീവ് ചന്ദ്രശേഖർ വിജയത്തിനടുത്ത തോൽവി ഇത്തവണ നേടിയിട്ടില്ല, അങ്ങനെ സംഭവിച്ചു. അതും നമുക്കറിയാം. കോൺഗ്രസ്സുകാരിലെ ഇവിടെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി, ലോക്സഭാ സ്ഥാനാർത്ഥികളിൽ കോൺഗ്രസ്സുകാർക്ക് അത്ര താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ശശി തരൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ശശി തരൂരിന്റെ ഇപ്പോഴുള്ള നിലപാടും അതിന് മുമ്പുള്ള നിലപാടൊക്കെ അദ്ദേഹം കോൺഗ്രസിന്റെ ചട്ടക്കൂടിനകത്ത് വഴങ്ങുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു പടനീക്കം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം തുടർച്ചയായി മത്സരിക്കുന്നതിനുള്ള വിരോധം ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അതാണ് അവിടെ ഒരു പ്രധാന ഘടകമായി മാറിയത്. അപ്പൊ അതുകൊണ്ട് ബി.ജെ.പി വലിയ നേട്ടം ഉണ്ടാക്കി. രാജീവ് ചന്ദ്രശേഖർ വിജയത്തിനോടടുത്തുള്ള ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വലിയ രക്തസാക്ഷിയാണെന്നുള്ള രീതിയിലൊന്നും നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. സത്യത്തിൽ കുറെ കാലമായിട്ട് കോൺഗ്രസിന് ബി.ജെ.പിക്കകത്ത് നടക്കുന്ന ഈ ഗ്രൂപ്പ് പോരാട്ടം, അത് ഒരു ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പും അല്ല. അവിടെ ഇപ്പോൾ സുരേന്ദ്രനും മുരളീധരനും ഉൾപ്പെടുന്ന ഒരു വലിയ അച്യുതമുണ്ട്. അത് കൂടാതെ പണ്ടെന്നോ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള വേറൊരു അച്യുതമുണ്ട്. അതുകൂടാതെ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വേറൊന്ന്. ഇവർ പരസ്പരം കുതികാൽ വെട്ടുന്ന ഒരു അവസ്ഥ കുറെ കാലമായി നടക്കുന്നതാണ്. ബി.ജെ.പിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗമനം ഉണ്ടാകണമെങ്കിൽ അതിനെ തടയിടുന്ന ഒരു പ്രശ്നമാണ്. ഇതിനാര് സുരേന്ദ്രൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനും കൃഷ്ണദാസും എതിർപക്ഷത്തായിരിക്കും. അവര് ഇതിന് വിരുദ്ധമായി നിൽക്കും. തിരിച്ചാണ് കൃഷ്ണദാസ് പക്ഷത്തുള്ള ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോഴും പ്രശ്നമായിരിക്കും. ശോഭാ സുരേന്ദ്രൻ അടുപ്പിക്കില്ല എന്നുള്ള നിലപാടാണ് മറ്റുള്ള ആൾക്ക്. ഈ ഘട്ടത്തിൽ താരതമ്യത തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖരൻ ഈ ഗ്രൂപ്പിന്റെ ഒന്നും ഭാഗമായിട്ട് അറിയപ്പെടാത്ത ഒരാളിലേക്ക് കൊണ്ടുവന്നുള്ളൂ. പക്ഷേ അത് ബി.ജെ.പി ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. മറ്റു പാർട്ടികളുടെ ഒക്കെ AKGയെ കുറിച്ചോ EMSനെ കുറിച്ചോ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചൊക്കെ മാറ്റിയെടുത്തോ, അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ കരുണാകരൻ വരെയുള്ള അല്ലെങ്കിൽ AK ആന്റണി വരെയുള്ള ജനകീയ നേതാക്കന്മാരൊക്കെ മാറ്റിയിട്ട് ബി.ജെ.പിയുടെ കാര്യം മാത്രം എടുത്താൽ ബി.ജെ.പി ആകുന്നതിന് മുമ്പേ ഭാരതീയ ജനസംഘമായിരുന്നല്ലോ. അന്ന് അക്കാലം മുതൽ കേരളത്തിൽ വളരെ ജനകീയൻ എന്ന് പറയാവുന്ന രൂപത്തിൽ ഒരാളുണ്ടായിരുന്നു KG മാരാരെ പോലെ ഇത്രയും ജനകീയമായ എതിരാളികൾക്ക് പോലും വളരെയധികം താല്പര്യമുള്ള, എതിരാളികൾക്ക് പോലും ആദരവ് തോന്നുന്ന ഒരു നേതാവ്. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ബി.ജെ.പിക്ക് വൻ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. കാരണം ദേശീയ തലത്തിലൊന്നുമല്ല ബി.ജെ.പി പരിഗണിക്കപ്പെടാത്തൊരു ഘട്ടത്തിലായിട്ട് പോലും
BJPക്ക് ക്രമേണ ഇവിടെ വേരോട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു നേതാവാണ് KG മാരാർ. അതേപോലെയാണോ രാജീവ് ചന്ദ്രശേഖർ? അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഈ രാഷ്ട്രീയത്തിലേക്ക് എത്തി എന്ന് പറയുന്ന, രാജ്യസഭാ മെമ്പറായതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ ഭാഗമാവണമെന്നില്ല, പക്ഷെ അതുപോലും വെക്കുന്നില്ല. അദ്ദേഹം ആദ്യത്തെ രാജ്യസഭാ മെമ്പറായിട്ട് വെക്കുന്നത് ഇപ്പൊ ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലം. ആ 2 പതിറ്റാണ്ട് കാലത്തിനിടയിൽ അദ്ദേഹം കേരളം പോട്ടെ, കർണാടകയിലെ ആണല്ലോ അദ്ദേഹം തട്ടകം ആയിരുന്നത്. അപ്പൊ കർണാടകയിലെങ്കിലും അദ്ദേഹം ഒരു ജനകീയ നേതാവായിട്ട്, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാവായിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ നോക്കൂ, അദ്ദേഹം കേരളത്തിൽ കഴിഞ്ഞോളം മത്സരിച്ചതിന് ശേഷം വോട്ട് കിട്ടിയതിന്റെ കണക്കല്ല നോക്കേണ്ടത് നമ്മള്. അദ്ദേഹത്തിന് കേരളത്തിലെ ആള് ഈ BJP പ്രവർത്തകരുടെ ഇടയിലേക്ക്, അവരെ മനസ്സിലേക്ക് പിടിച്ചു പറ്റാൻ പറ്റിയിരുന്ന ഒരാളായിട്ട് അദ്ദേഹം ഒരു വരേണ്യ വർഗത്തിന്റെ പ്രതിനിധി എന്ന നിലയാണ് നോക്കിയത്. നമ്മൾ അതേപോലെ പരിഗണിക്കാവുന്ന ഒരാളാണ് ശശി തരൂര്. പക്ഷെ ശശി തരൂര് അദ്ദേഹത്തിന് കൃത്യമായിട്ട് മലയാളം അറിയില്ല, എന്നാൽ പോലും അദ്ദേഹം കോൺഗ്രസുകാർക്കിടയിൽ അദ്ദേഹത്തിന് അവകാശപ്പെടുന്നതിന് എനിക്ക് പാർട്ടിക്ക് അതീതമായിട്ടുള്ള കുറെ വോട്ട് ഷെയർ ഉണ്ട്. അങ്ങനെ വോട്ട് ഷെയർ അവകാശപ്പെടാവുന്ന നേതാവല്ല രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ സെലക്ഷൻ എന്ന് പറയുന്നത് ഈ 2 പ്രശ്നങ്ങൾ, ഏത് ഗ്രൂപ്പിനെ എടുത്തു കഴിഞ്ഞാലും അത് ദുരിതമായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു തമ്മിൽ ഭേദത്തിലേക്ക് പോയ ഒരു കാര്യം അല്ലാതെ BJPക്ക് ഒരു വലിയ വളർച്ച ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജനകീയ നേതാവായിട്ട് ഞാൻ കാണുന്നില്ല. അത് എനിക്കങ്ങനെ മാറിയേക്കോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ശരി, ഓക്കെ സാർ, ഓക്കെ, വ്യക്തമാണ്.